പുതിയ ബിഗ് ബോസ് പ്രൊമോ വന്നിട്ടുണ്ട്. നാളത്തെ പ്രൊമോയാണ്. പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് ഓഫ് ഫിനാലയുടെ 9ാമത്തെ ടാസ്ക്കാണ്. 9ാമത്തെ ടാസ്കിൽ ആര് ജയിക്കും? ടാസ്കിൻ്റെ പേര് ചോർച്ച സിദ്ധാന്തം എന്നാണ്. ഇതുവരെ ഒരു ബാലൻസിങ് ഗെയിം ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതിൽ മാറി ഒരു എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് നാളത്തെ ടാസ്ക്, ചോർച്ച സിദ്ധാന്തം. അതിൽ എല്ലാവരും ഓരോ ബാഗ് ഇട്ടിട്ടുണ്ട്. ബാഗിൽ പഞ്ഞി പോലുള്ള എന്തോ ഒരു സാധനമാണ്. അതിട്ടിട്ട് എല്ലാവർക്കും പരസ്പരം ആ പഞ്ഞി എടുത്ത് കളയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും നോറയുടെ ശബ്ദവും അതുപോലെ നന്ദനയുടെ ശബ്ദവും ഉയർന്നു കേൾക്കുന്നുണ്ട്. ടാസ്ക്കാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാനാവുള്ളൂ. അതുകൊണ്ട് തന്നെ അർജുൻ നന്ദനയുടെ ബാഗ് വലിച്ചു കീറുന്നുണ്ട്. ഇതേ സമയം ആര് പറഞ്ഞു എൻ്റെ ബാഗ് വലിച്ചു കീറാൻ ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നന്ദന വളരെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നന്ദന നിലത്ത് വീഴുന്നുണ്ട്. അങ്ങനെ നന്ദനയ്ക്ക് ഓവർ ആക്ടിങ് ആണല്ലോ മുൻപിൽ. അതുകൊണ്ട് തന്നെ നന്ദന വീഴുന്നതും എല്ലാവരും കൂടി എടുത്ത്, അതല്ലെങ്കിൽ അർജുനാണ് എടുത്ത് തൂക്കി ഓടാറ്. പക്ഷെ അർജുൻ അവിടെ ആ ഭാഗത്ത് ഞാൻ കണ്ടില്ല. സിജോയും അതുപോലെ സായി എല്ലാവരും കൂടിയും ജിൻഡയൊക്കെ കൂടിയിട്ട് എടുത്തു പൊക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്നൊന്നും അറിയില്ല. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ നന്ദനയുടെ സൗണ്ടും നന്ദനയുടെ കുറച്ച് ദിവസമായിട്ടുള്ള നന്ദനയുടെ ക്യാരക്ടറൊക്കെ ഒരുപാട് എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയല്ല. അതുപോലെ ഇനിയിപ്പോൾ ഈ ടാസ്കിൽ ഇപ്പോൾ ഇവരെല്ലാവരും പരസ്പരം കളിച്ചിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് അതൊരു ഗ്രൂപ്പ് പ്ലേ മാത്രമായിരിക്കും. സായി, സിജോ അതുപോലെ അഭിഷേക്, ഇവർ 3 പേരും കൂടി പ്ലാനഡ് ആയിരിക്കും. ഏതൊരു ടാസ്ക് നടന്നാലും അവർ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ടാസ്കിൽ നടക്കുമായിരിക്കും. ഇനിയിപ്പോൾ അഭിഷേകിൻ്റെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് അർജുനെ പറ്റും, അതല്ലെങ്കിൽ ജിൻഡോയ്ക്കല്ല സായിക്ക് പറ്റുമോ എന്നറിയില്ല. ഇപ്പം അഭിഷേകാണ് മുൻപിൽ നിൽക്കുന്നത്. ഒരിക്കലും ഇനി അഭിഷേകിൻ്റെ മുകളിലേക്ക് പോകാൻ സാധിക്കുമോ എന്നറിയില്ല. കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും 10 പോയിന്റ്, ഏറ്റവും കുറഞ്ഞത് 10 പോയിന്റെങ്കിലും ഒരാൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഗെയിം മാറ്റായിരുന്നു. ആർക്ക് വേണമെങ്കിൽ മുൻപിലും താഴെയൊക്കെ എത്തായിരുന്നു. ഈ സീസൺ അങ്ങനെയൊന്നുമല്ല. ആർക്കും ആവശ്യമില്ല, പോയിന്റ് ആവശ്യമില്ല, കളിക്കണ്ട, ഒന്നും ആവശ്യമില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അഭിഷേക് തന്നെ ആയിരിക്കും മുൻപിൽ. നാളത്തെ ദിവസത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പോയിന്റ് നിലയിൽ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് എപ്പിസോഡിൽ തന്നെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.